ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് പച്ചരി കുതിർത്തെടുത്തിരിക്കുകയാണ്. ഇത് 3 മണിക്കൂർ കുതിർത്തിയതാണ്. ഉച്ചയ്ക്ക് കുതിർത്താനിട്ടാൽ വൈകുന്നേരം നമുക്കിതെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അരക്കപ്പ് പച്ചരിയാണ്. അപ്പോൾ അരക്കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. വളരെ ചെറുതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർക്കാം. ആകെ അരക്കപ്പ് പച്ചരിയേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ചേർത്തിട്ടും അരയ്ക്കാം. കുറച്ചുകൂടി ഹെൽത്തിയാണ് ഉരുളക്കിഴങ്ങ് ചേർത്താൽ. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. വീണ്ടും അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചേർത്ത അരക്കപ്പ് വെള്ളത്തിൽ ബാക്കി വന്ന വെള്ളം ഈ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തതാണ്. 1 ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കാം. ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഞാനിവിടെ 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു ദോശത്തവ ചൂടാക്കി കുറച്ച് എണ്ണ തടവി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 പുറവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 പുറവും ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 6 കഷ്ണം ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓരോ പീസും ഒന്ന് 2ആയി കട്ട് ചെയ്തെടുക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പം ഞാൻ 6 കഷ്ണം ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2ആക്കിയോ അല്ലെങ്കിൽ 4ആക്കി വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് 2ആക്കി മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയിട്ട് ഈ ഓരോ പീസും നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. 3 മിനിറ്റ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് റെഡിയാകും. താഴെ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാകും. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഒത്തിരി ഡാർക്കാക്കി കളയരുത് കേട്ടോ. പിന്നെ ഒത്തിരി നന്നായിട്ട് മുരിയണമെന്നുണ്ടെങ്കിൽ മുരിച്ചെടുക്കാവുന്നതാണ്. ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് മുരിഞ്ഞതും ഒരു സൈഡ് ഹാഫ് മുരിഞ്ഞതുമായിരിക്കും. അപ്പം നമ്മൾക്ക് ഈ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാൻ പറ്റും. കാണാനും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ 2 സൈഡും മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ 6 കഷ്ണം ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറയെ ഉണ്ട്. ഇത് 4 പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ഉണ്ടാവും കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ സോസിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു.